എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ PNC MAC BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. PNC MAC എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള എന്നുള്ളതാണ്. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച് ഈ ഒരു അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ആ ഒരു കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് 10,000 രൂപയാണ്. അത് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് മാത്രം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലും പരിഗണിക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അലോട്ട്മെൻ്റ് ഒക്കെ അവസാനിച്ച ശേഷം നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും, അത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം കോളേജ് ജോയിൻ ചെയ്ത അത് വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു 10,000 രൂപ റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. കാരണം അഡ്മിഷൻ നേടിക്കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിലാണ് നഴ്സിംഗ് കിട്ടിയതെങ്കിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങളോട് പറയാൻ കാരണം, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെയുള്ള, അതായത് ഈ ഒരു ഹോം പേജിൽ നിങ്ങൾക്ക് ഇവിടെ, അതായത് ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗ് കോഴ്സ് സെലക്ട് ചെയ്യുക. ചെയ്ത ശേഷം നിങ്ങൾക്ക് അതുപോലെ മൈനോറിറ്റി കോട്ടയിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ മൈനോറിറ്റി എന്നുള്ളൊരു BSc നഴ്സിംഗ് ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമെയിൽ ID അതുപോലെ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരികെ നിങ്ങൾക്ക്, അതായത് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് പോകുന്നതായിരിക്കും. അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടും ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ഒരു കിട്ടിയ സീറ്റ് പോകും, പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കും. അതായത് സീറ്റ് വേക്കൻസി അനുസരിച്ച് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ ഇനി സീറ്റ് വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം ഫീസ് വരുന്നത് ഏകദേശം 1,10,000 രൂപയാണ്. കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ വരുന്നത്. അതുപോലെ ഹോസ്റ്റൽ ഫീസ്, ബുക്ക് ഇതുപോലുള്ള എക്സ്ട്രാ ഫീസുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അഡ്മിഷനാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി സീറ്റ് വേക്കൻസി അനുസരിച്ച് അടുത്ത അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളതും, അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.